സ്മൃതി പരുത്തിക്കാട്. ഇലക്ട്രൽ ബോണ്ടിൽ എന്തിനാണ് ഒളിച്ചുകളി? കോടതി ആവർത്തിച്ച് ചോദിച്ചിട്ടും ബോണ്ടുകളുടെ തിരിച്ചറിയൽ കോഡ് നൽകാൻ SBI മടിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരവ് ആവർത്തിക്കാനാകില്ല എന്നാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത്. ഹർജിക്കാർ മാധ്യമങ്ങളിലൂടെ വേട്ടയാടുന്നുവെന്ന വാദം കോടതിയെടുത്ത് ദൂരെ കളഞ്ഞു. വ്യവസായ സംഘടനകളുടെ നാടകീയ നീക്കവും കോടതി പൊളിച്ചു. കിട്ടിയ കണക്കിൽ BJPക്ക് ഏറെ പിന്നിലാണെങ്കിലും പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനും മറയ്ക്കാനുണ്ടോ? പറഞ്ഞാൽ പൊളിയും. ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഷമാ മുഹമ്മദ്, CPMൽ നിന്ന് അഡ്വക്കേറ്റ് K അനിൽകുമാർ, BJPയിൽ നിന്ന് ഷാജി രാഘവൻ, സുപ്രീംകോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഷമയിലേക്ക്. ഷമ, ഇന്ന് സുപ്രീംകോടതി ഈ ഉത്തരവ് ആവർത്തിക്കാനാവില്ല എന്നാണ് SBIയോട് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് കാര്യങ്ങൾ മറയ്ക്കുന്നു എന്നുള്ള ചോദ്യം കോടതി ഇന്ന് ചോദിക്കുന്നു. അതിരൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ അന്ത്യശാസനം SBIക്ക് അനുസരിക്കേണ്ടി വരില്ലേ? അതെ, നമുക്കിന്ന് മനസ്സിലാകുന്ന പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവണം. ഈ ഇലക്ട്രൽ ബോണ്ട്സ് എന്ന് പറയുന്ന കാര്യത്തിൽ SBIക്ക് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ആ സമയത്ത് ഞങ്ങൾക്ക് ഇപ്പം പാർട്ടിക്ക് വരുന്നവർക്ക് അറിയില്ല. അനോണിമസ് ബോണ്ടാണ്. അപ്പം ഏത് കമ്പനിയാണ് പാർട്ടിക്ക് കൊടുക്കുന്നത്, ഏത് പാർട്ടിക്ക് കൊടുക്കുന്നത് ആർക്കും അറിയില്ല, പാർട്ടിക്ക് അറിയില്ല, ജനങ്ങൾക്കറിയില്ല, ആർക്കും അറിയില്ല. പക്ഷേ ഇതിലെ മുഖ്യ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ SBIക്ക് അറിഞ്ഞ സമയത്ത് SBI ഈ ഇൻഫർമേഷൻ ഈ കേന്ദ്ര സർക്കാരിന് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ എനിക്ക് അറിയുന്നതെന്ന് പറയുന്നത്, എന്നോട് തന്നെ കുറേ ബിസിനസ്സുകാർ പറഞ്ഞിട്ടുണ്ട്, ക്ഷമ ഞങ്ങൾക്ക് തരാൻ പറ്റുന്നില്ല, ഞങ്ങൾ തരുമ്പം കോൺഗ്രസ് പാർട്ടിക്ക് ഞങ്ങൾക്ക് കോൾ വരാം, ED IT അങ്ങനെയുള്ള കോൾ വരാം, ചിലപ്പോൾ അജിത് ദോവാലിൻ്റെ കോൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്ക് തരാം എന്നേരം SBI അറിയുമ്പം ഉടനെ ഇവരറിയും, കേന്ദ്ര സർക്കാർ വിളിച്ച് പറയും, ഇനിയാ മറ്റും നിങ്ങൾ കോൺഗ്രസ് പാർട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നടപടിയെടുക്കും, നമ്മൾ അവരെ പേടിപ്പിക്കും, ED അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പം ഇത് SBI എന്തുകൊണ്ട് കൊടുക്കുന്നത്? ഇപ്പം SBI എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയല്ല. ഇപ്പം SBI എന്ന് പറയുന്നത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അംഗമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കേന്ദ്ര സർക്കാർ കൺട്രോൾ ചെയ്യാന്ന് ഞങ്ങൾ പറയാ. ഇന്ന് ആക്ച്വലി ജസ്റ്റിസ് ചന്ദ്രചൂഡ് മുകുൾ റോഹ്താഗിനോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് വരാൻ പറ്റില്ല, ഞങ്ങൾ പറഞ്ഞ കാര്യം നമ്മളൊരു ജഡ്ജ്മെൻറ്റ് പാസ് ചെയ്തതിന് ശേഷം നിങ്ങളെങ്ങനെയാണ് പറയുന്നത്, നമുക്കിപ്പം പറ്റില്ല എന്ന് ക്ലിയറായിട്ട് ഇന്ന് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറഞ്ഞതാണ്. അപ്പം ഞാൻ ചോദിക്കുന്നു, അവരാദ്യം പറഞ്ഞു അനോണിമസ് എത്രയും പൈസ പുറത്തുനിന്ന് വരാൻ പറ്റും എല്ലാം ചെയ്തതിന് ശേഷം, അറ്റ്ലീസ്റ്റ് ഇപ്പം സുപ്രീം കോർട്ടിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് വന്നതിന് ശേഷം അവർ പറയണം അന്നേരം SBI എന്താ ആരായിരിക്കും കൊടുത്ത്, നമുക്ക് പ്രശ്നമില്ല, കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പ്രശ്നമില്ല, എല്ലാം പുറത്ത് വരണമെന്നാണ്. നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രൽ ബോണ്ട്സ് വന്നതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയെ ആദ്യം പുറത്തു വരണം എന്ന് പറയുമ്പോഴും ചില പാർട്ടികളെങ്കിലും ആരൊക്കെയാണ് ഞങ്ങൾക്ക് തന്നത് എന്ന കാര്യം വ്യക്തമാക്കി പറയുന്നുണ്ടല്ലോ. 5 പാർട്ടികൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. DMK, AIDMK, AAP, NCP, JDS ഇവരൊക്കെ തന്നെ അവർക്ക് ആരൊക്കെയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് പറയാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണ് കോൺഗ്രസ്? ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമില്ലായ്മയാണ്. ഇതിൽ ആത്യന്തികമായി സുതാര്യതയില്ല എന്നുള്ളതാണല്ലോ കോടതിയുടെ കണ്ടെത്തൽ. സുതാര്യതയില്ല എന്ന് പറയുമ്പോൾ സുതാര്യമാക്കാൻ നിങ്ങൾ കൂടി ശ്രമിക്കേണ്ടതല്ലേ? അപ്പോൾ BJPയും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം, BJPക്ക് കൂടുതൽ പണം കിട്ടിയിരിക്കുന്നു, പണം കിട്ടിയ ശേഷം ഈ അന്വേഷണ ഏജൻസികളുടെ വേട്ട അവിടെ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു പ്രധാന ഘടകമുണ്ട്. അപ്പോഴും നിങ്ങൾ എന്തുകൊണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല? അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഞങ്ങൾക്കൊരു ക്വിഡ് പ്രോക്കോ ഇല്ല ഇതിൽ. നമുക്ക് ഒരാൾ നമുക്ക് പൈസ നമുക്ക് പോളിസീസ് മാറ്റാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത് ED ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻ്റ് ഒന്നും ഞങ്ങളെ കീഴിലല്ല. അവരാണ് അത് യൂസ് ചെയ്തിട്ട് പറയുന്നത്, നിങ്ങൾ ഈ സമയത്ത് തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ EDനെ അയക്കും, അല്ലെങ്കിൽ EDനെ അയച്ചതിൻ്റെ ശേഷം അവർക്ക് തന്ന ഞങ്ങൾക്ക് 3 കമ്പനീസിൻ്റെ പൈസ ഉണ്ട്. അത് നമുക്ക് വേദാന്ത എന്ന് പറയുന്നത് അവിടെ ED അയച്ചതിൻ്റെ ശേഷം അവർക്ക് ഇതാക്കി കൊടുത്തു. മെഗാ എൻ്റർപ്രൈസസ് ED അയച്ചതിൻ്റെ ശേഷം അവർ 100 കോടി പണം ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് തെളിവുണ്ട് ഇപ്പം അവരെ പറ്റിയിട്ട്. അപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ക്വിഡ് പ്രോക്കോ ഇല്ല. നിങ്ങൾ ചോദിച്ചു അവിടെ DMK പറഞ്ഞു, ADMK പറഞ്ഞു. അപ്പം ഇത് അധികം കാണുന്നത് റീജിയണൽ പാർട്ടീസ്. അവരെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കുറച്ചാവുള്ളൂ, ആ സംസ്ഥാനത്തിൻ്റെ മാത്രം. ഞങ്ങൾക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ സംസ്ഥാനത്തിനും എത്ര കിട്ടിയെന്നല്ല നമുക്ക് കാൽക്കുലേറ്റ്, നമ്മൾ പറഞ്ഞില്ല ചെയ്തു തരില്ല, ചെയ്യും. അപ്പം ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളത് ടാലി ചെയ്തിട്ട് എന്താ എവിടെയാണെന്ന് നോക്കിയിട്ട് ഞങ്ങളും റിലീസ് ചെയ്യും. പക്ഷേ അതിൻ്റെ മുമ്പേ ഇന്ന് SBIനോട് പറഞ്ഞിരിക്കുക ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ്, നിങ്ങൾ ആൽഫ ന്യൂമറിക്കൽ നമ്പർ എത്രയും വേഗം
പുറത്താക്കണം, ഞങ്ങളും പറയാം. അപ്പൊ അതിലാകുമ്പോൾ നമുക്കും പറയേണ്ട, അത് പുറത്തു വരുമ്പോൾ എല്ലാവരും SBI പറയുമ്പോൾ പാർട്ടിക്ക് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് SBI കറക്റ്റായിട്ട് പറയും ഈ പാർട്ടിക്ക് ഈ കമ്പനിയാണ് കൊടുത്തത്. ഒരു ലാസ്റ്റ് പോയിന്റ് എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ 2018 തൊട്ട് 2019 SBI റിലീസ് ചെയ്തിട്ടില്ല ആദ്യം എത്ര ബോൺസ് കൊടുത്തു എന്ന്. അതിൽ നമുക്ക് മനസ്സിലാവുന്ന 2018 to 2019 വരെ BJPക്ക് 3941 കോടിയാണ് കിട്ടിയത് ആ ഒരു കൊല്ലം. പക്ഷേ 2019 മാർച്ച് ഏപ്രിൽ മെയ്യിൽ അവർ റിഡീം ചെയ്തത് 3000 കോടിയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം എത്രയാണ് ഇലക്ഷൻ്റെ സമയത്ത് അവർ ഉപയോഗിച്ചതും എങ്ങനെയാണ് ഈ പൈസ അവരെ ഇലക്ഷൻ്റെ സമയത്ത് സഹായിച്ചത്. ഇപ്പം തന്നെ 7 ഫേസിലാക്കുന്നത് അവർ ഇലക്ഷൻ. അപ്പം അവരാ പറയുന്നത് 1 നേഷൻ 1 പോൾ, ഒരു ഇലക്ഷൻ ഒരു പോൾ. നമുക്ക് അതിലേക്ക് വരാം, തെരഞ്ഞെടുപ്പും പറയാറ് അല്ല, ഇത് കണക്റ്റഡാ അല്ല സ്മൃതി, ഇത് കണക്റ്റഡാ. അതാ ഞാൻ പറയുന്നത്, ഇത് കണക്റ്റഡ്. അപ്പം അതിന്റെ കാണിക്കുന്നത് പറഞ്ഞാൽ പൈസയുടെ ഉപയോഗം എങ്ങനെ ഉണ്ടാവും 7 ഫേസസിൽ. അതിനാണ് അവർ ചെയ്യുന്നത്. അവരടുത്ത് പണം ഉണ്ട്, അവരത് ഉപയോഗിച്ചിട്ട് ഇത് 7 ഫേസ് ആക്കി. അവർ ഒരു 1 പോൾ 1 നേഷൻ 1 പോൾ ആക്കുന്നെങ്കിൽ അവർ ഒരു ഫേസോ അല്ലെങ്കിൽ 4 ഫേസിൽ അവർ തീർക്കണം. 2009 നമ്മൾ 4 ഫേസിൽ തീർത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് UPAയുടെ സർക്കാർ. അപ്പൊ ഇതെന്തിനാ 7 ഫേസ് നിങ്ങൾ ആക്കുന്നത്? അപ്പൊ ഞാൻ ആ പണത്തിന്റെ കണക്ഷൻ കാണിക്കുക ഇവിടെ. ശരി, ശ്രീ ഷാജി രാഘവൻ, ഇന്ന് സുപ്രീം കോടതി ഈ ഉത്തരവിനി ആവർത്തിക്കാനാവില്ല എന്നുള്ള കാര്യമാണ് കോടതി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതേസമയം കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ പറഞ്ഞിരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാർ ഹർജിക്കാർ വേട്ടയാടൽ നടത്തുന്നു എന്നുള്ളതാണ്, മാധ്യമങ്ങളിലൂടെ വേട്ടയാടൽ നടത്തുന്നുവെന്ന്. ഈ കാര്യങ്ങൾ പുറത്തേക്ക് പറയണമെന്ന് കോടതി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അത് മാധ്യമങ്ങൾ നൽകുമ്പോൾ അതെങ്ങനെയാണ് വേട്ടയാടലാകുന്നത്? കോടതി ആ വാദം തള്ളിക്കളഞ്ഞു. ശ്രീ ഷാജി രാഘവൻ, കേൾക്കാമോ? ഷാജി രാഘവൻ, ഒരുപാട് സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നു ടെക്നിക്കലായിട്ട്. കാരണം അല്ല, കേട്ടിരുന്നോ? ചോദ്യം കേട്ടിരുന്നോ? ചർച്ചയുടെ ആരംഭം കേട്ടില്ല. എനിക്ക് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ഇതാണ്, ഇന്ന് സുപ്രീം കോടതിയിൽ ഇന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ പറഞ്ഞത് ഹർജിക്കാർ വേട്ടയാടൽ നടത്തുന്നു, കേന്ദ്രത്തെ വേട്ടയാടുന്നു മാധ്യമങ്ങളിലൂടെ എന്നാണ്. ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്ന്, സുതാര്യമാക്കണമെന്ന് കോടതി പറയുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന വിവരങ്ങൾ മാധ്യമങ്ങൾ നൽകുന്നു. അതെങ്ങനെയാണ് വേട്ടയാടലാകുന്നത്? അല്ല, ഈ ഹർജിക്കാരൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നാണ് ഞാൻ ധരിക്കുന്നത്, അല്ലേ? അല്ല, ഇത് കേന്ദ്രത്തിന്റെ വാദമാണ്. SBI അല്ലേ? ഇത് കേന്ദ്രത്തിന്റെ വാദമാണ്. ഓക്കെ, SBIക്ക് വേണ്ടി ഹരീഷ് സാൽവേ പോയി. നമ്മൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വിഷയം, ഓക്കെ ഈ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ചുള്ള ശരിക്കും അതെന്നാ 2017 കേന്ദ്ര ബജറ്റിൽ ശ്രീ അരുൺ ജെയ്റ്റ്ലിയാണ് അന്ന് ഈ ബോണ്ട് കൊണ്ടിരുന്ന സമയത്ത് ആവശ്യമായ ചർച്ചകളൊക്കെ നടത്തിയിട്ട് തന്നെയാണ്. പാർലമെൻറ്റിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തത് തന്നെ. അന്ന് വളരെ കൃത്യമായ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒന്ന്, തെരഞ്ഞെടുപ്പ് മേഖലയിലെ പാർട്ടികളുടെ ധനവിനിയോഗം അത് സുതാര്യമാവണം. അതിനു മുമ്പ് വരെ നമുക്കറിയാം ധാരാളമായി കള്ളപ്പണം ഒഴുകിയിരുന്ന ഒരു വലിയ മേഖല, തെരഞ്ഞെടുപ്പിൻ്റേതായ മേഖല. അവിടെ ഏറ്റവും കുറഞ്ഞത് രാഷ്ട്രീയ പാർട്ടികൾ ചെലവഴിക്കുന്ന പൈസയെ സംബന്ധിച്ച്, തുകയെ സംബന്ധിച്ച് അതിനൊരു സുതാര്യത വേണം. അതുകൊണ്ട് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ അതിനൊരു അന്നത്തെ RTIയുടെ അതേപോലെ തന്നെ കമ്പനി ആക്ട്, ജനപ്രാതിനിധ്യ നിയമം, ഇതിനൊക്കെ അമെൻമെൻറ്റ് വരുത്തിയിട്ടാണ് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിൻ്റെ സംവിധാനം വരുന്നത്. അപ്പോൾ ആവശ്യമായിട്ടുള്ള പ്രിക്വേഷൻസും ചർച്ചകളും ഒക്കെ നടത്തി ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലക്കാണ് ഈ ഡിസിഷൻ ഉയർന്നു വരുന്നത്. പക്ഷേ ഇപ്പോൾ കോടതിയിൽ അതിലൊരു ഒരു ഭാഗമുണ്ട്. ആ ഭാഗമെന്ന് പറയുന്നത് ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആ നിയമത്തിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് കൊടുക്കുന്ന ആളിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. ആ വാദം ഇനി നിലനിൽക്കില്ല. കാരണം ആ വാദം ഇനി നിലനിൽക്കില്ല എന്ന് ഇന്ന് സുപ്രീം കോടതിയെ വ്യക്തമാക്കിയാണല്ലോ ശ്രീ ഷാജി രാഘവൻ 2019 ശേഷം. അല്ല, അത് സംബന്ധിച്ചു. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ സുതാര്യ വരുത്താനുള്ള എല്ലാ നിലപാടുകളോടും ഞങ്ങൾ യോജിക്കുന്നവരാണ്. അപ്പൊ എന്താണ് SBIക്ക് മുന്നിലെ തടസ്സം? എന്താണ് ശ്രീ ഷാജി രാഘവൻ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? SBI ആർക്ക് വേണ്ടി കാര്യങ്ങൾ മറച്ചു വെക്കുന്നു? അല്ലെ, SBIന്റെ തുടക്കത്തിൽ തന്നെ ആദ്യം തന്നെ കോടതി പരാമർശം വരുമ്പോൾ SBI പറഞ്ഞത്
ഈ അവരാവശ്യപ്പെട്ട വിശദാംശങ്ങൾ എന്ന് പറയുന്നത് വ്യക്തികളായാലും അതേപോലെ തന്നെ കോർപ്പറേറ്റ് കമ്പനികളായാലും ഇവരൊക്കെ തന്നെ ഓരോ പാർട്ടികൾക്കും കൊടുത്തതിൻ്റെ വിശദാംശങ്ങൾ വേണം എന്ന് പറയുമ്പോൾ SBI പറഞ്ഞത് അതിന് കുറച്ച് സമയമെടുക്കും. ഞങ്ങളിപ്പോൾ കുറേ ഡീറ്റെയിൽസ് തരാൻ ഞങ്ങൾ തയ്യാറാണ്. ഓരോ പാർട്ടിക്കും ചോദിച്ച സമയം എന്നുള്ളത് ജൂൺ അവസാനമാണ്. ജൂൺ അവസാനം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തരാം, അതുവരെ സാവകാശം വേണമെന്ന് പറയുമ്പോൾ SBI ആർക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? അതാണ് കോടതി അനുവദിക്കാൻ. കോടതിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. SBI ചോദിക്കുന്നത് എപ്പോഴാ? അല്ലല്ല ഇതിനകത്തൊരു ക്ലാരിറ്റിയുടെ പ്രശ്നം സത്യത്തിലില്ല. ആർക്കും ഒന്നും ഹൈഡ് ചെയ്യാനില്ല. കാരണം BJP വ്യക്തമായി കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പിൻ്റെ വ്യക്തമായ കണക്കുകൾ, ഈ ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ മുഴുവൻ പണത്തിൻ്റെയും കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. പബ്ലിക് ഇവിടെ ഉണ്ട്, ഡൊമൈനിലുണ്ട് ഈ സംഭവം. അപ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റിയുടെ പ്രശ്നമൊന്നുമില്ല. നിലവിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരൊറ്റ കാര്യത്തിനാണ് ഓരോരുത്തരും കോൺഗ്രസിന് എത്ര കൊടുത്തു, ബിജെപിക്ക് ആരിൽ നിന്നൊക്കെ കിട്ടി എന്നുള്ള കാര്യം BJP വ്യക്തമാക്കിയോ? ശ്രീ ഷാജി രാഘവൻ, BJPക്ക് ആരിൽ നിന്നൊക്കെ കിട്ടിയെന്ന് BJP വ്യക്തമാക്കി? അല്ല, BJPയുടെ കണക്ക് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കോടതിക്ക് മുമ്പാകെ. ആ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുമുണ്ട്. നിങ്ങൾക്ക് ജനങ്ങളോട് ചില കാര്യങ്ങളല്ല, ചില കാര്യങ്ങളൊന്നുമല്ല. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ സംവിധാനത്തെ നമ്മൾ അങ്ങനെ വില കുറച്ച് കാണണ്ട. ചില കാര്യങ്ങളല്ല, വളരെ വിശദമായ കണക്കുകൾ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി കൊടുത്തിട്ടുണ്ട്. അതിൽ വളരെ കൃത്യമായി ബോണ്ട് വഴി കിട്ടിയ പണത്തിന്റെ വിശദമായിട്ടുള്ള കണക്കുകൾ അവിടെയുണ്ട്. ഇപ്പോൾ പുറത്തു വന്ന കണക്കുകളിൽ ഈ ബോണ്ട് വാങ്ങിയ 30 കമ്പനികളിൽ 14 കമ്പനികളെങ്കിലും കേന്ദ്രാന്വേഷണ ഏജൻസികൾ അന്വേഷണം നേരിട്ടവരാണല്ലോ. ആ നടപടി നേരിട്ടവരാണല്ലോ. ആ നടപടി നേരിട്ടവന്റെ 5-ാം ദിവസം തന്നെ ബോണ്ടുകൾ വാങ്ങി കൂട്ടിയവരുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ അവർ പ്രവർത്തിക്കുകയും പിന്നീട് അവർക്ക് നേരെയുള്ള അന്വേഷണം അവസാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട്. ഇല്ല, അതിപ്പോൾ നിങ്ങളൊരു വാദത്തിന് വേണ്ടി പറയുന്നേ ഉള്ളൂ. ഏത് അന്വേഷണം നിന്നെന്നാ? ആരുടെ അന്വേഷണം നിന്ന്? ഏത് കേസുള്ള അന്വേഷണം നിന്നെന്നാണ് പറയുന്നത്? പിന്നെ നമ്മുടെ നാട്ടിലുള്ള കോർപ്പറേറ്റ് കമ്പനികളായാലും വ്യക്തികളായാലും ഈ തരത്തിലുള്ള അന്വേഷണം നടപടികളാണ്. വേദാന്തയുമായി ബന്ധപ്പെട്ടും കള്ളപ്പണം വെളുപ്പിക്കലിന് ED അന്വേഷണം ഉണ്ടായിരുന്നു. അത് ഏത് ഘട്ടത്തിലെത്തിയെന്ന് പറയാമോ? അല്ല, അതിപ്പോൾ സാന്റിയാഗോ മാർട്ടിൻ്റെ പണം ആർക്കാ പോയതെന്നുള്ളത് ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലുണ്ടല്ലോ, എല്ലാവരും സമ്മതിച്ചല്ലോ. അതിൻ്റെ വിഹിതം പറ്റിയവർ കേരളത്തിലും ഉണ്ടല്ലോ. അവരാണോ ഈ തീരുമാനമെടുത്തത്? അവർക്കെതിരെയുള്ള അന്വേഷണം ഈ പാനലിൽ സാന്റിയാഗോ മാർട്ടിൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ല സ്മൃതി. ഭരിക്കുന്ന പാർട്ടികൾക്കാണ് നൽകി വന്നിട്ടുള്ളത്. സ്മൃതി, ഞങ്ങൾ ഇതുവരെ ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചു, ആരുടെ കയ്യിൽ നിന്ന് മേടിച്ചില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നത് നിലവിൽ ഇതിപ്പോൾ പെട്ടെന്നൊരു ഡെവലപ്മെന്റ് ഉണ്ടാവുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായി വലിയൊരു സംവിധാനം കൊണ്ടുവന്നു. അതിൽ പോരായ്മകളുണ്ടെന്ന് കോടതി പറയുന്നു. അങ്ങനെ പോരായ്മകളുണ്ടെങ്കിൽ പരിഹരിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഈ വേദിയിൽ നിങ്ങൾ കോടതി പോലും ആവശ്യപ്പെടാത്ത ഒരു കാര്യം സ്മൃതി ആവശ്യപ്പെടുക. കോടതി പോലും ആവശ്യപ്പെടാത്ത ഒരു കാര്യം സ്മൃതി ആവശ്യപ്പെടുന്നത് പാർട്ടികൾ അല്ല. കോടതി SBIയോടാ പറഞ്ഞു. കോടതി SBIയോട് ചോദിച്ചിട്ടുണ്ട്. SBI ഇത് കൊടുക്കും, ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കും. അത് SBI കൊടുക്കും. അത് SBIയുടെ ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, BJP മേടിച്ച ഇലക്ട്രൽ ബോണ്ടിന്റെ നമ്പർ വെച്ച് വളരെ കൃത്യമായി SBIക്ക് വളരെ കൃത്യമായി ഓരോ വ്യക്തിയും ഓരോ പാർട്ടിക്കും കൊടുത്ത കണക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ അവർക്ക് സമയം ചോദിച്ചിട്ടുണ്ട്. മിനിമം ഒരു പ്രൊസീജിയർ ടൈമിൽ അവർ ചോദിച്ചിട്ടുണ്ട്. ശ്രീ ഷാജി രാഘവൻ, SBI ഇന്ന് കോടതിയിൽ പറഞ്ഞത് ഞങ്ങളല്ല തരേണ്ടത്, അതാത് രാഷ്ട്രീയ പാർട്ടികളാണ് വിവരങ്ങൾ കൈമാറേണ്ടത്. ഇതാണ് ഹരീഷ് സാൽവെ SBIക്ക് വേണ്ടി വാദിച്ചുകൊണ്ടെന്ന് കോടതിയിൽ പറഞ്ഞത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അനിൽകുമാർ, CPMന് അഭിമാനിക്കാം ഈ വിഷയത്തിൽ ഇലക്ട്രൽ ബോണ്ട് നിയമപരമായി പാസാക്കിയ നിയമത്തിലൂടെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം കിട്ടാനുള്ളൊരു സംവിധാനമായി അത് കൊണ്ടുവന്നപ്പോഴും അത് വേണ്ട എന്ന തീരുമാനമെടുത്തത് CPM ആണ്. മാത്രമല്ല അതിൽ നിയമ നടപടികളിലേക്ക് കടന്നതും CPM ആണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ BJPയും കോൺഗ്രസും ഒരുപോലെ കുഴപ്പക്കാരാണ് എന്ന രൂപത്തിൽ കാണുന്നുണ്ടോ? അതോ ഇപ്പോൾ നിലവിൽ അധികാരത്തിലുള്ള BJP അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു? ഈ പറഞ്ഞതുപോലെ അന്വേഷണ ഏജൻസികളുമായി ബന്ധപ്പെട്ട വിഷയം ഒരു വശത്ത് നിന്നു പോകുന്നുണ്ടല്ലോ, പക്ഷെ കാര്യങ്ങൾ പറയാതിരിക്കുന്ന ഒരു സമീപനം കോൺഗ്രസും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് കാണുന്നത് CPM?
കഴിഞ്ഞ 3-4 ദിവസമായി കെ സുരേന്ദ്രനും ബി ഡി സതീശനും ഒരുമിച്ചും വെവ്വേറെയും സി പി എമ്മിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നുണയെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം. സി പി എമ്മിന് നമ്മുടെ രാജ്യത്ത് 1% വോട്ടില്ല. അതുകൊണ്ട് സി പി എമ്മിന് ഈ ബോണ്ട് കിട്ടാനൊരു സാധ്യതയില്ല. കിട്ടാത്ത മുന്തിരി പുളിക്കും. ഇങ്ങനെയാണ് സി പി എം ഈ ബോണ്ട് സ്വീകരിക്കാതിരുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ ചാനൽ ചർച്ചകളിൽ പറയുന്നത്, നവമാധ്യമങ്ങളിൽ പറയുന്നത്. ഞാൻ തന്നെ പങ്കെടുത്ത ഒരു ചർച്ചയിൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി എന്നോട് തന്നെ ഉന്നയിച്ച വാദമാണിത്. ഞാനപ്പോൾ ആ കണക്കൊന്നെടുത്തു. 0.44% വോട്ടുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടിക്ക് എത്ര കോടി കിട്ടി? അതുപോലെ തന്നെ 0.56% ഉണ്ടായിരുന്ന രാഷ്ട്രീയ ജനതാദളിന് എത്ര കോടി കിട്ടി? അപ്പോൾ 1% താഴെ ദേശീയ തലത്തിൽ വോട്ടുള്ള പാർട്ടികളും സംസ്ഥാനതല പാർട്ടികളാണെങ്കിൽ അവർക്ക് തെരഞ്ഞെടുപ്പ് ബോണ്ട് കിട്ടും. സി പി എമ്മിനെ സംബന്ധിച്ച് 2014 തെരഞ്ഞെടുപ്പിൽ 3.25% വോട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ 1.77% വോട്ടായിട്ടത് കുറഞ്ഞിട്ടുമുണ്ട്. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങൾ സ്വയം വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും സി പി എമ്മിന് ഈ ഇലക്ട്രൽ ബോണ്ട് വാങ്ങാൻ ശേഷിയുള്ള പാർട്ടിയാണ്, ദേശീയ പാർട്ടിയാണ്. 2-3 സംസ്ഥാനങ്ങളിലെങ്കിലും 1% മേലെയല്ല, എത്രയോ ശതമാനത്തിന് മേലെ കേരളത്തിൽ, ബംഗാളിൽ, ത്രിപുരയിൽ ഞങ്ങൾക്ക് കാലഘട്ടത്തിൽ വോട്ടുണ്ട്. അപ്പോൾ സി പി എമ്മിനെതിരെ എന്തും പറയാം. ഇപ്പോൾ ഇതാ ഒരാൾ പറയുന്നത് കേട്ടല്ലോ, ആർക്കോ കൊടുത്തതിൻ്റെ വീതം ആരോ കൈപ്പറ്റി. ഇവർ തെരുവഴിയിൽ വെച്ച് നഗ്നരാകുന്ന വിധം ഉടുതുണി നഷ്ടപ്പെട്ട് കോൺഗ്രസും ബി ജെ പിയും നമ്മുടെ മുന്നിലെ ജനങ്ങളുടെ മുന്നിൽ വിവസ്തരായി നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പോരാട്ടം നടത്തിയ സി പി ഐ എമ്മിൻ്റെ നിലപാട് ഞങ്ങൾ പരിഹാസം കേട്ടവരാ. 70 രൂപ ഒരു അരി കൊണ്ടുപോയപ്പോഴത്തേക്കും ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഓട്ടോറിക്ഷയ്ക്ക് പിരിവെടുത്തു എന്ന് പറഞ്ഞതിന് കേരളത്തിൽ ഐ ടി മന്ത്രിയായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ചാനൽ എത്രത്തോളം അദ്ദേഹത്തെ അപമാനിച്ചു എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഞങ്ങൾ ബക്കറ്റ് പിരിവുകാരാണ്, ഞങ്ങൾ പണം പിരിക്കുന്നവരാണ് നാട്ടിൽ, ഇതെല്ലാം ഞങ്ങളെ അപമാനിക്കുന്നുണ്ട്. പക്ഷേ ഈ വിജയം ആർക്കാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്? സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ നിലനിർത്താൻ, സി പി എന്നൊരു പാർട്ടിയെ നിലനിർത്താൻ എല്ലാ മാസവും ലഭ്യ കൊടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മെമ്പർമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ട്. അതോടൊപ്പം ഞങ്ങൾ ജനങ്ങളിൽ അഭ്യർത്ഥിക്കുമ്പോൾ ജനങ്ങൾ പണം തരും. ആ പണം പിരിക്കാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എത്രയോ ഉജ്ജ്വലന്മാരായ പ്രവർത്തകന്മാർ, അവരുടെ മഹാത്യാഗത്തിന് മേലെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ശിരസുയർത്തിപ്പിടിച്ച് നിൽക്കാനായത് എന്നതുകൊണ്ട് ഈ വിജയം സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർക്ക് ആദ്യമായി സമർപ്പിക്കുന്നു. ഞങ്ങളങ്ങനെ വലിയ വിജയം നേടിയിട്ട് ഞങ്ങളെ അപമാനിക്കാൻ കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ ഇറങ്ങിത്തിരിക്കുന്നു. എന്നിട്ട് അവർ ന്യായസ്ഥന്മാരാകുന്നു. കുറ്റവാളികൾ സി ബി ഐ ആണ്. സി ബി ഐയെ കൊണ്ട് ഈ പണി ചെയ്യിച്ചത് ബി ജെ പി, സി ബി ഐ അല്ല, എസ് ബി ഐ. എസ് ബി ഐയെ കൊണ്ട് ഈ പണി ചെയ്യിച്ചത് ബി ജെ പി. എന്നിട്ടോ ജൂൺ മാസം 30 വരെ ഇതിന് അവധി ചോദിച്ചത് എസ് ബി ഐ. ആർക്ക് വേണ്ടി? എസ് ബി ഐ അവധി ചോദിച്ചത് തെറ്റായി എന്ന് ബി ജെ പി പറയുമോ? നരേന്ദ്രമോദി പറയുമോ? നിർമ്മല സീതാരാമൻ നിയന്ത്രിക്കുന്ന ബാങ്കാണ് എസ് ബി ഐ. ആരാണ് ഇതിൻ്റെ ഡയറക്ടർമാർ? ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ്റിന് സേ ഇല്ലേ എസ് ബി ഐയുടെ കാര്യത്തിൽ? നിങ്ങൾ KSIDCയിൽ അന്വേഷിക്കാൻ വേണ്ടി ചില സിംഗിൾ ജഡ്ജിമാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അന്വേഷണത്തെ ആർക്കാ പേടി, അന്വേഷണത്തെ ആർക്കാ പേടി എന്നൊക്കെ കേരള സിംഗിൾ ജഡ്ജിമാർ ചോദിക്കുന്നുണ്ടല്ലോ. എസ് ബി ഐയുടെ ഡയറക്ടർമാർ എന്താ മിണ്ടാത്തത്? എന്നിട്ട് എന്താണ് ഹരീഷ് സാൽവെ ഇന്നത്തെ വാദം കേൾക്കണം. എത്ര നല്ല ഭാഷയാണ്. ഈ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വൃത്തികെട്ട ഒരു പരിപാടി നടത്തിയിട്ട് അത് സമൂഹത്തിലെ ജനങ്ങളുടെ മുന്നിൽ ആ അഴിമതിയുടെ ഈ വസ്തുതകൾ പുറത്തു കൊണ്ടിരുന്ന തടയാൻ ഹരീഷ് സാൽവെയുടെ സുന്ദരമായ പ്രയോഗങ്ങൾ. ഒരു കാര്യം മനസ്സിലാക്കണം, എസ് ബി ഐ ഒരു ബോണ്ട് ഇറക്കിയാൽ അതിനൊരു നമ്പറുണ്ട്. അതുപോലെ തന്നെ എസ് ബി ഐയുടെ ബോണ്ട് ഒരാൾ വാങ്ങാൻ വന്നാൽ ആ രാഷ്ട്രീയ പാർട്ടി അത് ഓണർ ചെയ്യണമെങ്കിൽ ആ സ്വീകരിച്ച ഒരു നമ്പരും ഇതുകൂടെ കൂട്ടിക്കെട്ടണം. അങ്ങനെ എസ് ബി ഐയുടെ ബോണ്ട് ഇറക്കുമ്പോഴുള്ള നമ്പരും ഇത് സ്വീകരിക്കുന്ന റിസീവിംഗ് കിട്ടുന്ന നമ്പരും ഒരുമിച്ച് ടാലി ചെയ്താൽ മാത്രമേ പേയ്മെൻ്റ് ആവുള്ളൂ. ഇതാണ് വളരെ പ്രധാനപ്പെട്ട സാങ്കേതികത്വം. ഈ സാങ്കേതികത്വം നാട്ടുകാരെ പറ്റിക്കുന്ന വിധം കോടതിയെ പറ്റിക്കാൻ പോയതാണ് ബി ജെ പിക്കാർ എസ് ബി ഐ ഹരീഷ് സാൽവെ ഉപയോഗിച്ച്. എത്ര കോടി ചിലവായി എസ് ബി ഐക്ക് ഹരീഷ് സാൽവെയെ കൊണ്ടുപോകാൻ? കേരളത്തിലെ ചില കേസുകളിലൊക്കെ സുപ്രീം കോടതിയിൽ ആരണ്ടൊക്കെ വാദിക്കാൻ പോയപ്പോൾ എത്ര കോടി ചിലവായെന്നൊക്കെ മാധ്യമങ്ങളൊക്കെ വല്ലാതെ നിലവിളിക്കുന്നത് കേട്ടിട്ടുണ്ട്. ചില അവതാരകർ വല്ലാണ്ട് നിലവിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
പക്ഷേ ഈ SBIക്ക് എത്ര കോടി ചിലവായി ഹരീഷ് സാൽവെ കൊണ്ടുവരാൻ വേണ്ടി? ഇങ്ങനെ നമ്മുടെ സമൂഹത്തിനകത്ത് ചെങ്ങാത്ത മുതലാളിത്തം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സ്മൃതി ഈ ചർച്ച ഷമാ മുഹമ്മദിൽ നിന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. കാരണം ഇങ്ങനൊരു ചർച്ചയ്ക്കകത്ത് ആധികാരികമായ അഭിപ്രായം പറയാൻ അർഹതപ്പെട്ട ആൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. കോൺഗ്രസ്സുകാർ പറഞ്ഞത് എന്തിനാണ്? ഞങ്ങളുടെ AICC ഓഫീസിൻ്റെ മുന്നിൽ രാഹുൽ ഗാന്ധിയുടെ പടവും വെച്ചിട്ട് ഞങ്ങളൊരു പെട്ടി വെച്ചിരിക്കുകയാണ്. അതുവഴി പോകുന്ന വഴിപോക്കർ അവിടെ കൊണ്ട് ഇട്ടേച്ച് പോകും. അങ്ങനെ ഇട്ടേച്ച് പോകുന്ന ബോണ്ട് എടുത്തിട്ട് ഞങ്ങൾ പണമാക്കും. അജ്ഞാതന്മാരാണ് ഞങ്ങൾക്ക് പണമായി ഈ ബോണ്ട് നൽകി 1600 കോടി ഞങ്ങൾക്ക് പണം തന്ന അജ്ഞാതന്മാർ, അജ്ഞാതനാമ. നാണമില്ലേ ഈ ചർച്ച പങ്കെടുത്തുകൊണ്ട് കോൺഗ്രസ്സുകാരിക്ക് വർത്തമാനം പറയാൻ? ഒരല്പം നാണം വേണ്ടേ? 1600 കോടി രൂപ നിങ്ങളുടെ ആഫീസിൽ കൊണ്ട് ബോണ്ട് തന്നവരുടെ പേര് നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളുടെ കയ്യിൽ കണക്ക് പുസ്തകമുണ്ടോ? നിങ്ങൾ അജ്ഞാതന്മാരാണ് പണം തന്നതെങ്കിൽ രാജ്യദ്രോഹികൾ നിങ്ങൾക്ക് പണം തന്നില്ലെന്ന് എന്താ ഉറപ്പ്? ഇന്ത്യയെ ദ്രോഹിക്കുന്ന കമ്പനികൾ നിങ്ങൾക്ക് പണം തന്നില്ലെന്ന് എന്താ ഉറപ്പ്? ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുന്ന കമ്പനികൾ പണം തരുന്നതെന്ന് രാഹുൽ ഗാന്ധിക്ക് എന്താ ഉറപ്പ്? അപ്പം ദേശദ്രോഹികളുടെ പണം നിങ്ങളുടെ പക്കൽ ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അതോ പണം ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇതെല്ലാം മര്യാദയ്ക്ക് നാട്ടുകാരോട് പറയാനൊരു സംവിധാനമുണ്ട്. അതാണ് തെരഞ്ഞെടുപ്പ് ബോണ്ട്, തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക്, ഗവൺമെൻറ് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന കണക്ക്. രാഷ്ട്രീയ പാർട്ടികൾ, കുറേ രാഷ്ട്രീയ പാർട്ടികൾ ബോണ്ടിൻ്റെ പണം ഏതൊക്കെ സ്ഥലത്ത് നിന്ന് കിട്ടിയെന്നുള്ളത് വെളിപ്പെടുത്തി. കോൺഗ്രസ്സുകാർക്ക് വെളിപ്പെടുത്താൻ നേരമില്ല, രാഹുൽ ഗാന്ധിക്ക് വെളിപ്പെടുത്താൻ നേരമില്ല. എന്നിട്ട് രാഹുൽ ഗാന്ധി മാന്യൻ, കോൺഗ്രസ്സുകാർ മാന്യൻ. മാന്യന്മാർ നിന്നിട്ട് BJPയോട് ചോദിക്കുക, ഇതിലാരാ കൂടുതൽ മാന്യന്മാർ? മോദിക്ക് പുതുവസ്ത്രമില്ല എന്നാര് പറയുന്നു? രാഹുൽ ഗാന്ധി പറയുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധിക്കോ? ഈ രണ്ടു കൂട്ടരും ഇന്ത്യ രാജ്യത്തെ ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ പങ്ക് കച്ചവടക്കാരാണ്. കോൺഗ്രസ് ഭരിച്ച സംസ്ഥാനങ്ങളിൽ അവർ രൂക്ഷമായ പ്രതികരണത്തിന് ക്ഷമ മറുപടി പറയണം. തീർന്നില്ല കുറെ സമയം എടുത്തു. അല്ലല്ല, ഒരു കാര്യൂടെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സാന്തിയാഗോ മാർട്ടിനെ സംബന്ധിച്ച് തെളിവ് ഞാൻ പറയാം. സുപ്രീം കോടതി വിധിച്ചു ലോട്ടറിയുമായി ബന്ധപ്പെട്ട്. എന്താ ലോട്ടറി? സംസ്ഥാന സർക്കാർ നടത്തുന്ന ലോട്ടറി 12% നികുതി, പ്രൈവറ്റ് പാർട്ടികൾ നടത്തുന്ന ലോട്ടറിക്ക് 28% നികുതി. സുപ്രീം കോടതി വിധിയാ. ആ വിധിയെ നിർമ്മല സീതാരാമൻ അട്ടിമറിച്ചു. എങ്ങനെ അട്ടിമറിച്ചത്? GST വന്നു കഴിഞ്ഞപ്പോൾ 12% നികുതി, ലോട്ടറി നികുതി വെട്ടിക്കുറച്ചോ? ആധികാരികമായി ചോദിക്കുന്ന ഒരു ആരോപണമാണ്, കൃത്യമായി ചോദിക്കുന്ന ആരോപണമാണ്. സാന്തിയാഗോ മാർട്ടിന് കഞ്ഞി വെച്ച് കൊടുത്താരാ? വേറെ ആരുമല്ല, ഇവിടുത്തെ അധികാരത്തിരിക്കുന്നവരാണ്. ആ അധികാരത്തിരിക്കുന്നവർ അവർ ഭരിക്കുന്ന ഇടങ്ങളിൽ വ്യാജ ലോട്ടറിക്ക് എല്ലാ സഹായം ചെയ്തു കൊടുത്തപ്പോൾ യുദ്ധം ചെയ്ത് കേസ് നടത്തിയൊരു തോമസ് ഐസക് CPM-നുണ്ട്. സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷവും നേരത്തെ വിമർശനത്തിന് പാത്രമായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ടല്ലോ. പിന്നീട് ആ കാര്യങ്ങളിൽ തിരുത്തലുകൾ ഉണ്ടായെങ്കിലും ഒരു മാസമില്ല. ടിപ്പണി പറയുമ്പോൾ ഒരു കാര്യം കൂടെ കേട്ടു. നിങ്ങളുടെ ചാനലിൽ കുറേ പേര് പരസ്യം തരുന്നുണ്ട്. പരസ്യം തരുന്നവരോട് ഞങ്ങൾ പറയുകയാണ്, അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾക്ക് പണം തന്നാൽ പരസ്യ ചാർജ് കുറഞ്ഞിരിക്കും. അവർ കുറേ പേര് അഡ്വാൻസ് ആയിട്ട് പണം തന്നു. ദേശാഭിമാനി അങ്ങനെ ഒരു സ്കീം ഉണ്ടാക്കി. ഞങ്ങളന്ന് ലോട്ടറിയുടെ പരസ്യം സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അന്ന് പരസ്യം സ്വീകരിച്ച എല്ലാ സ്ഥാപനങ്ങളെ പോലെ ദേശാഭിമാനി പരസ്യം സ്വീകരിച്ചപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഞങ്ങൾ പണം വാങ്ങിയിട്ടുണ്ട്. സാന്റിയാഗോ മാർട്ടിനെതിരെ ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ പരസ്യം സ്വീകരിച്ചു എന്ന നിലയ്ക്കാണ് അന്ന് അത് ചർച്ചയായിരുന്നത്. അന്ന് ആ പണം തിരികെ കൊടുക്കുകയും അത് തെറ്റാണെന്ന് സമ്മതിക്കുകയും ചെയ്താണല്ലോ. തെറ്റ് തിരുത്തുമ്പോഴാണല്ലോ അത് കുറച്ചുകൂടി രാഷ്ട്രീയ പാർട്ടികൾ സത്യസന്ധരാകുന്നത്. തെറ്റ് തിരുത്തിയതാണ് നിങ്ങൾ, അത് സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ പറയരുത്. നടന്ന കാര്യം കോൺഗ്രസ് തിരുത്തിയോ? അതാണ് കോൺഗ്രസ് കോൺഗ്രസ് പറയട്ടെ. കോൺഗ്രസ് പറയട്ടെ. ഇനി അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനിലേക്ക് പോകേണ്ടത്. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, സുപ്രീം കോടതി ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും വിവരങ്ങൾ നൽകാൻ SBI മടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് കരുതേണ്ടത്? ഇപ്പോൾ നോക്കൂ, ഈ പൂർണ്ണ വിവരം നൽകുന്നില്ല, ഇനി ഉത്തരവ് ആവർത്തിക്കാനാവില്ല എന്ന് കോടതി പറയുന്നു. ഈ ഉത്തരവിന് ശേഷം, കോടതിയുടെ ഉത്തരവിന് ശേഷം വ്യവസായ സംഘടനകൾ കൂട്ടമായി വരികയാണ് വിവരങ്ങൾ പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അതൊരു നാടകീയമായ നീക്കമായിരുന്നു. അത് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ആകട്ടെ പറയുന്നത് മാധ്യമങ്ങളുടെ വേട്ടയാടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയോ മറച്ചു വെക്കേണ്ടതുണ്ട് എന്ന ഒരു തോന്നലുണ്ടാവുകയാണ്. അത് കോടതിക്കും ആ രൂപത്തിലാണ് കോടതി മനസ്സിലാക്കുന്നത്. പക്ഷേ ഇനി സമയം തരില്ല എന്ന് പറയുന്നു. വ്യാഴാഴ്ചയാണ് അവസാന സമയമായി നൽകിയിരിക്കുന്നത്. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്?
അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഒന്നുകൂടി പറയാമോ? കേട്ടില്ല. ക്ഷമിക്കണം, നേരത്തെ മ്യൂട്ടായിരുന്നു. ഇത് സ്മൃതി പറഞ്ഞതുപോലെ ഒരു SBIക്ക് തീർച്ചയായിട്ടും എന്തോ മറച്ചു വെക്കാനുണ്ട്. സ്റ്റേറ്റ് ബാങ്കിന് ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. കാരണം ഒരു ഇന്റർമീഡിയറി ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്തത്. ഇലക്ട്രൽ ബോണ്ട് എടുക്കുന്നു, ആരോ പണം കൊടുക്കുന്നു, വ്യവസായികൾ വരുന്നു, അവര് കമ്പനികൾ വരുന്നു, ബോണ്ട് എടുക്കുന്നു. അതിലെ എല്ലാ വിവരങ്ങളും SBIക്ക് മാത്രം അറിയാം, ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അത് പൊളിറ്റിക്കൽ പാർട്ടികൾ വന്ന് എൻകാഷ് ചെയ്യുന്നു. ഈ ഡീറ്റെയിൽസ് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഇത് ഡിസ്ക്ലോസ് ചെയ്യാൻ സുപ്രീം കോടതി പ്രധാന ജഡ്ജ്മെന്റിനകത്ത് ഉത്തരവിട്ടത് തന്നെ ജനങ്ങളുടെ അറിയാനുള്ള അവകാശം, ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുടെ ഭാഗമാണെന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി ഡിസ്ക്ലോസ് ചെയ്യാൻ ഓർഡർ ഇട്ടത്. ഈ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റേറ്റ് ബാങ്കിന്റെ അടുത്ത് 12/4/2019 ഒരു ഇന്ററിം ഓർഡർ വഴി സുപ്രീം കോടതി ഡയറക്റ്റ് ചെയ്തിരുന്നു. മുഴുവൻ ഇൻഫർമേഷനും ഇനി മുതലുള്ളത് മുഴുവൻ ഇലക്ഷൻ കമ്മീഷന്റെ പക്കൽ സമർപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ഈ ഡീറ്റെയിൽസ് മുഴുവനുണ്ട്. ഏതൊക്കെ ബോണ്ടുകളാണ്, ആരാണ് എടുത്തിരിക്കുന്നത്, അത് എൻകാഷ് ചെയ്തത് ആരാണ്, ഈ കാര്യങ്ങളെല്ലാം ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കി വെക്കണമെന്ന് SBIയുടെ അടുത്ത് നിർദ്ദേശം കൊടുത്തിരുന്നു. ഈ വിവരങ്ങൾ മുഴുവനും സ്റ്റേറ്റ് ബാങ്കിന്റെ കയ്യിലുണ്ട്. രണ്ടാമത് പൊളിറ്റിക്കൽ പാർട്ടികളുടെ അടുത്ത് ഡയറക്ഷൻ കൊടുത്തിരുന്നു. പൊളിറ്റിക്കൽ പാർട്ടികൾ ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് സമർപ്പിക്കണം. അപ്പോൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടി പറയുകയാണ് ഞങ്ങൾക്കറിയില്ല ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുപ്രീം കോടതി ഓർഡറിന്റെ വയലേഷനാണ്. കാരണം സുപ്രീം കോടതി 12/4/2019 ഇന്ററിം ഓർഡർ, അത് ഈ കേസ് കേൾക്കാൻ താമസം വരും. ആ കേസ് വരുന്നിടം വരെ ഇന്ന കാര്യങ്ങൾ ഈ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതിനെ കേസിനെ അഫക്റ്റ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ ഒരു ഓർഡർ കൊടുത്തിരുന്നു. അതുകൊണ്ട് ആ കാര്യങ്ങൾ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് അറിയാം. അതിപ്പോൾ വരാൻ പോകുന്ന വ്യത്യാസം, ഇത് ഡോണർ ആരാണ്, ഈ പണം കൊടുത്തിരിക്കുന്നത് ആരാണെന്നുള്ള വിവരം ജനങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ജനങ്ങളുടെ അറിയാനുള്ള അവകാശമാണ്. ഈ ഒരു വിധി വളരെ ഹിസ്റ്റോറിക്കാണ്. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇപ്പോൾ ജനങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. സുപ്രീം കോടതി ജനങ്ങളുടെ അറിയാനുള്ള അവകാശം, എതിർഭാഗത്ത് നിൽക്കുന്നത് പവർഫുൾ ആയിട്ടുള്ള റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ്, പൊളിറ്റിക്കൽ പാർട്ടികൾ, ഇത് സ്വീകരിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികൾ, ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷൻ ഇൻഡിപെൻഡന്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷന്റെ ഒരു കൗണ്ടർ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്നതിൽ അവർ എഴുതിയിട്ടുണ്ട് സ്പെസിഫിക് ആയിട്ട്, ഞങ്ങൾ ഈ സ്കീമിനെ എതിർത്തിരുന്നു എന്ന് 2021 കൊടുത്ത ഒരു കൗണ്ടർ അഫിഡവിറ്റിൽ പറയുന്നുണ്ട്. അതിൽ 2017 ലോ മിനിസ്റ്റർക്ക് കത്ത് എഴുതിയ കാര്യം വരെ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് ബാങ്കിന് ഇതിനകത്തൊരു താല്പര്യം വരാൻ പാടില്ലാത്തതാണ്. കാരണം ഇത് ഹോൾഡ് ചെയ്യുന്നത് തന്നെ ഒരു കസ്റ്റോഡിയൻ എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. സ്റ്റേറ്റ് ബാങ്കിന് അതിൽ കൂടുതൽ അതിനകത്ത് താല്പര്യം വരേണ്ട കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റിന് കൺട്രോൾ ഉള്ള സ്റ്റേറ്റ് ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണലിസ്റ്റ് ബാങ്ക്, സുപ്രീം കോടതിയിൽ വന്നിട്ട് നിങ്ങളുടെ ഓർഡർ മാറ്റിവെക്കണം, എനിക്ക് ഇൻഫർമേഷൻ തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ നാച്ചുറലായിട്ട് നേരത്തെ ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞ കാര്യം, ഒരു ക്വിഡ് പ്രോക്കോ ഉണ്ട്, ഈ ക്വിഡ് പ്രോക്കോ ഉണ്ടാകാം എന്ന് സുപ്രീം കോടതി ഒബ്സർവ് ചെയ്തത് ശരിയാണെന്ന് തെളിയിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് വളരെ സുതാര്യമാണെന്നൊക്കെ പറയുന്ന ആളുടെ തൊലിക്കെട്ടി ഞാൻ സമ്മതിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് എത്ര കിട്ടിയെന്നുള്ള കാര്യങ്ങൾ ജനസമക്ഷം വന്നു കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാകുന്നില്ല. കാരണം നാച്ചുറലായിട്ട് ഭരണത്തിലിരിക്കുന്ന പാർട്ടികൾക്കായിരിക്കും കൂടുതൽ സംഭാവനകൾ കിട്ടുന്നത്. കാരണം എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കും എന്നുള്ള, അതാണ് ക്വിഡ് പ്രോക്കോ എന്ന് പറയുന്നത്. 2018 കണക്ക് ആദ്യം പുറത്തു വന്നത്. അങ്ങനെ വന്നപ്പോൾ 222 കോടിയാണ് കൊടുത്തത്. ആ 222 കോടിയിൽ 210 കോടിയും BJPക്കാണ് കിട്ടിയിട്ടുള്ളത്. കോൺഗ്രസിന് കിട്ടിയത് വെറും 5 കോടിയാണ്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടി കിട്ടിയത് 7 കോടി. ആ വ്യത്യാസം നോക്കൂ. അതാണ് ഈ കണക്കുകൾ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഏജൻസി, സ്റ്റേറ്റ് ബാങ്കും പിന്നെ ഇലക്ഷൻ കമ്മീഷനും ഒക്കെ പുറത്തു വിടുമ്പോൾ നമ്മൾ TV-യിൽ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ഒരു ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യും. സ്മൃതി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റായ വിവരങ്ങളാണ് നൽകുന്നതെന്ന് പറയാനൊരു സാധ്യതയുണ്ട്. പക്ഷേ SBI അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ അത് പ്രസിദ്ധീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വിവരങ്ങൾ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള വിശ്വാസതയോടുകൂടി ജനങ്ങൾക്ക് അത് സ്വീകരിക്കാൻ കഴിയും. അതാണ് അതിന്റെ വ്യത്യാസം. ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നൊരു അഭിപ്രായമുണ്ടോ? കാരണം സുതാര്യതയില്ല എന്ന് ആദ്യം പറഞ്ഞ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷെ അപ്പോഴും മുഴുവൻ വിവരങ്ങളും പുറത്തുവിടണമെന്ന ആവശ്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രത്തോളം ആ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? അതിനുശേഷം നമ്മൾ കണ്ടല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് രാജിവെക്കേണ്ടി വന്നു. എന്താണ് കാരണമെന്ന് ഇപ്പോഴും അറിയില്ല. വളരെ പെട്ടെന്ന് തന്നെ സുപ്രീം കോടതി ജഡ്ജ്മെന്റിനെ മറികടന്നുകൊണ്ടൊരു നിയമം കൊണ്ടുവന്നു.
വേറെ 2 ഇലക്ഷൻ കമ്മീഷണർമാരെ അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ ഏത് രീതിയിലാണെന്നറിയില്ല. പക്ഷേ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അടുത്ത് വിശ്വാസം പ്രകടിപ്പിച്ചേ പറ്റൂ. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഓർഡർ കിട്ടി. അടുത്തത് ജനങ്ങൾക്കാണ് ഇനി ഇതിന് മുന്നോട്ടെടുക്കേണ്ടത്. കാരണം ഇത് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി പറഞ്ഞതുപോലെ നമ്മൾ ചോദിക്കേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് തരുമെന്നല്ല, പ്രസിഡന്റ് നമുക്ക് രാജ്യം എന്ത് തരുമെന്നുള്ളതിനുപരി നമുക്ക് രാജ്യത്തിന് എന്ത് കൊടുക്കാൻ കഴിയും. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരിച്ചടിക്കുകയാണ്. ഗവൺമെന്റ് ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിക്കുന്നു. സുപ്രീം കോടതി വളരെ ശക്തമായിട്ടുള്ള ഒരു നിലപാടെടുക്കുന്നു. ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം ജനങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ആ വിവരങ്ങൾ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു, ഈ കാര്യങ്ങൾ പൊതുജനങ്ങൾ ചർച്ച ചെയ്യുക, ഇലക്ഷന് തീരുമാനം എടുക്കുമ്പോൾ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതിലുപരി ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതും സാധാരണ മനുഷ്യരാണ്. ഇലക്ഷൻ കമ്മീഷനിൽ അവിടെ ഇരിക്കുന്നവരും ഒക്കെ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കമ്പൽഡ് ആകുകയാണ്. അമേരിക്കയിൽ ഇതുപോലെ ട്രംപ് അപ്പോയിന്റ് ചെയ്ത 3 ജഡ്ജസ് ഇരുന്നിട്ടാണ്, അവരും കൂടെ ഉള്ള ഒരു ബെഞ്ചാണ് 2020 ഇലക്ഷൻ ചാലഞ്ച് ചെയ്തുകൊണ്ട് അതിനെ ഭരണം പോകുന്നത് തടയാൻ വേണ്ടി ട്രംപ് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ 9 ജഡ്ജസും എതിരായിട്ട് ഉത്തരവിട്ടു. അതിൽ അന്ന് ജീവിച്ചിരുന്ന 10 ഡിഫൻസ് സെക്രട്ടറിമാരെതിരായിട്ട് നിന്നു. അവര് ട്രംപിന് അനുകൂലമായിട്ടൊരു നടപടി എടുക്കുകയില്ല, നിയമപരമായിട്ടുള്ള മാർഗത്തിൽ കൂടെ പോകണം, ഭരണം കൈമാറണം എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തു. അതുപോലെ തന്നെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. പവർഫുൾ ആയിട്ടുള്ള എതിർപക്ഷത്തെ മറികടന്നുകൊണ്ട് ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം തുറന്നു കൊടുത്തുകൊണ്ടുള്ളൊരു വിധിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ശ്രീ അനിൽകുമാർ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഹരീഷ് സാൽവെ ഈ കേസിൽ SBIക്ക് വേണ്ടിയായിരുന്നു. നേരത്തെ അദ്ദേഹം ശ്രീ പിണറായി വിജയന് വേണ്ടി ലാവ്ലിൻ കേസിൽ വാദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്ന കേസുകൾ വാദിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ജോലിയാണ്. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, ബഹുജൻ സമാജ്വാദി പാർട്ടി, പിന്നെ വളരെ ചെറിയ പാർട്ടികൾ, മേഘാലയ നാഷണൽ പാർട്ടി, സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ട് മുതലായ ചില പാർട്ടികളൊന്നും ഇലക്ട്രൽ ബോണ്ട് സ്വീകരിക്കാത്ത വേറെ പല പാർട്ടികളും ഉണ്ട്. ചില നാഷണൽ പാർട്ടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് വേറൊരു വസ്തുതയാണ്. അപ്പോൾ ഇതിൽ ഇന്നിപ്പം മനസ്സിലാക്കേണ്ടത് ഒളിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ്. വളരെ വ്യക്തമാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രകടമായിട്ട് ഈ സ്റ്റേറ്റ് ബാങ്കിനെ കൊണ്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് അത് സുപ്രീം കോടതി മറികടന്നു. അത് മാത്രമല്ല, വേട്ടയാടൽ വാദവും ഉണ്ടല്ലോ, അതും കോടതി എടുത്ത് ദൂരെ കളഞ്ഞു. വേട്ടയാടുകയാണ് മാധ്യമങ്ങളിലൂടെ എന്നൊരു വാദവും ഹർജിക്കാർ വേട്ടയാടുന്നു എന്നൊരു വാദവും പറഞ്ഞിട്ടുണ്ട്. ഞാൻ തിരിച്ചെത്താം. ഇനി ഷമയിലേക്കാണ്. ഷമ മറുപടി നൽകേണ്ടതുണ്ട്. ഇതിപ്പോൾ വിവരങ്ങൾ നൽകിയില്ല എങ്കിൽ അത് കോടതി ഉത്തരവിന്റെ ലംഘനമാകുമെന്ന് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നേരത്തെ കെ അനിൽകുമാർ ചൂണ്ടിക്കാണിച്ച മറ്റൊരു വിഷയമുണ്ട്. നിങ്ങൾക്കാര് പണം നൽകുന്നു എന്ന് അറിയുന്നില്ലെങ്കിൽ ഏതിടത്തു നിന്നൊക്കെയാണ് ആ പണം വരുന്നത് എന്നൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തം എന്ത് എന്നൊരു കാര്യം കൂടി അറിയേണ്ടത്. അടങ്ങിയെത്താൻ ഡോക്ടർ ഷമ മറുപടി പറഞ്ഞോളൂ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനും അനിൽകുമാറിനും. അപ്പം ഞാൻ പറയുന്ന പറഞ്ഞാൽ എത്ര സംസ്ഥാനത്തിൻ്റെ അന്ന് CPM നേരിട്ട് ഏറ്റുമുട്ടുന്ന BJPയുടെ ഒക്കെ ഒരു സംസ്ഥാനമില്ല. കോൺഗ്രസ് പാർട്ടിയാണ് BJPയുടെ ഒക്കെ ഏറ്റുമുട്ടുന്നത് ഈ കുറേ സംസ്ഥാനത്തിൽ. സുപ്രീം കോർട്ട് എന്താന്ന് ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞത്, there should be a level playing field and hence national parties can take the electoral bonds എന്ന് പറഞ്ഞാൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം. അപ്പം അവിടെ രാജസ്ഥാൻ്റെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു, ഛത്തീസ്ഗഡിൻ്റെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു, മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പ്. അപ്പം BJP ഇലക്ട്രൽ ബോൺസ് ഉപയോഗിക്കും. അതൊരു നിയമമാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കണം. 2017 ഫൈനാൻസ് ബിൽ പാസ് ചെയ്തിട്ട് ഒരു നിയമമാക്കിയതാണ് ഇലക്ട്രൽ ബോൺസ്. ഓക്കെ, നമ്മൾ ആരും എതിരായിട്ട് ചെയ്യുന്നതല്ല, സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നൊരു നിയമമാണ്. അപ്പം അതിൽ അവർ പറയും ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം. അപ്പം അവർ പൈസ എടുക്കാൻ ഞങ്ങൾ എടുക്കില്ല. എന്തായാലും നമ്മൾ തെരഞ്ഞെടുപ്പ് തോക്കുമല്ലോ, ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ആ ഇലക്ട്രൽ ബോൺസ് എടുത്തിട്ടില്ലെങ്കിൽ. ബിക്കോസ് CPMന് ആവശ്യമില്ല. ഒന്ന്, CPM ഒരു സംസ്ഥാന രാഷ്ട്രം ചെയ്യുന്ന ഒരു സംസ്ഥാനത്തിലുള്ളൂ. രണ്ടാമത്, ഒരു കോർപ്പറേറ്റും CPMന് പൈസ കൊടുക്കില്ല. അവർ ചാണകം കൊടുക്കുമായിരിക്കും CPMന്, പക്ഷെ പൈസ കൊടുക്കില്ല. നിവേശത്തിൻ്റെ എതിരായിട്ടുള്ളതല്ലേ CPM ഒരു നിവേശം വിടാത്തതല്ലേ കേരളം. നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ രണ്ടാമത്തെ ദിവസം അവരെ കൊക്കക്കോള വന്നതിന് ശേഷം എന്ത് പറ്റി, നിങ്ങൾക്കെതിരെ ഉയരുന്ന ആരോപണത്തിനുള്ള കൃത്യമായ മറുപടി വേണ്ടേ? നിങ്ങൾക്ക് ആര് പണം തരുന്നു എന്ന് അറിയാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കില്ല. അത് വ്യക്തമാക്കാനുള്ള, ജനങ്ങളോട് പറയാൻ, ജനങ്ങളോടെല്ലാം പറയണമെന്നാണ് രാഹുൽ ഇപ്പോൾ ആവർത്തിച്ച് മോദിക്കെതിരെ പറയുന്നത്. അപ്പോൾ രാഹുലും അത് ചെയ്യേണ്ടതുണ്ട്. ആ നിലയ്ക്കുള്ള ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള മറുപടി ക്ഷമ. അല്ല സ്മൃതി, ഞാൻ കണ്ടത് പറഞ്ഞാൽ ഞാൻ ഈ ചാനലിൽ നിന്ന് ഇപ്പം ഇറങ്ങിപ്പോവും. നിങ്ങൾ അനിൽകുമാർ സംസാരിക്കുമ്പോൾ ഇടപെട്ടിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇടപെടുന്നത്? ഞാൻ മറുപടി പറയുന്നുണ്ടല്ലോ, ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഇനി ഇടപെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോവാം. എനിക്ക് ചർച്ച ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ബിക്കോസ് ഇത് നിങ്ങൾ ഈ കൈൻഡ് ഓഫ് ഡിഫറൻസിയേഷൻ കണ്ട CPM പ്രോ CPM ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇവിടുന്ന് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഞാൻ മറുപടി പറയുന്ന ഓരോ പോയിന്റ് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ദേശീയ പാർട്ടിയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ആ സമയം വേണം. ബിക്കോസ് നമുക്ക് ഓരോ സംസ്ഥാനത്തിൽ ഇലക്ട്രൽ ബോൺസ് ഉണ്ട്. ഞങ്ങളെ പോലെ പിഞ്ച്
വെച്ചാൽ ചെറിയ പാർട്ടിയല്ല, പോലെ CPM പോലെ ചെറിയ പാർട്ടിയല്ല. ത്രിപുരയിൽ നിന്ന് പുറത്താക്കി, പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്താക്കി, വെറും ഒരു സംസ്ഥാനത്തിലുള്ള പാർട്ടിയല്ല കോൺഗ്രസ് പാർട്ടി. രണ്ടാമത് പിന്നെ ആ പോയിന്റ് ഞാൻ പറയാൻ പോയത്, വക്കീൽ പറഞ്ഞു ഹരീഷ് സാൽവയുടെ പോയിന്റ്. എനിക്ക് എല്ലാവർക്കും അറിയാം ലാവ്ലിൻ കേസിൽ ആരാ വാദിച്ച? ഹരീഷ് സാൽവെ അരമണിക്കൂറിന് എടുക്കുന്നത് 50 ലക്ഷമാണ്. ഈ 50 ലക്ഷം എവിടുന്ന് കിട്ടി CPM-ന്? എനിക്കിന്ന് അറിയണം. ആരാ കൊടുത്തത്? പിണറായി വിജയന്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയത്. അന്നേരം പിണറായി വിജയന് നല്ല പണം ഉണ്ടാവും. അല്ലെങ്കിൽ ഞങ്ങൾ കേരളയിലെ ടാക്സ് കൊടുക്കുന്ന പൈസ ഹരീഷ് സാൽവെന് പോയത്? അത് നമുക്ക് ഇന്ന് അറിയണം. ഇന്ന് അനിൽകുമാർ അതിന്റെ മറുപടി പറയണം. എവിടുന്നാണ് ഹരീഷ് സാൽവെയാണ് നമ്പർ 1 ലോയർ ഇന്ത്യയിൽ? അതറിയോ? അപ്പം ഈ വക്കീലിന് എവിടുന്ന് പൈസ കിട്ടി? ചിരിക്കല്ല, ഞാൻ എൻ്റെ പോയിന്റ്സ് എല്ലാം തീർക്കട്ടെ. പിന്നെ ഞാൻ പറയാൻ പോകുന്നത്, ഞങ്ങൾ ആരും ഒരു മുഖ്യമന്ത്രിയും പൊൻകൊള്ളക്കടത്തത്തിൽ ഇൻവോൾവ് ആയിട്ടില്ല, ഒരു മുഖ്യമന്ത്രിയും. നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ സരിതയുടെ വാക്കുകൾ വിശ്വസിക്കും. സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട് അവൾക്ക് പിള്ളേന്ന് പറയുന്ന ഒരാളടുത്ത് ഇലക്ട്രൽ ബോണ്ട് ചോദ്യത്തിനുള്ള മറുപടിയാണോ ഇത് എന്ന് ക്ഷമ പരിശോധിക്കുക. അല്ല, അനിൽകുമാർ മറ്റേ സൈഡിൽ പോയാലും നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. സ്മൃതി പറഞ്ഞില്ല. ഹരീഷ് സാൽവയുടെ കാര്യത്തിൽ പറഞ്ഞത് SBI എങ്ങനെയാണ് ഹരീഷ് സാൽവെ കൊണ്ട് ഒരു അഭിഭാഷകനെ വെച്ചത് എന്നുള്ളതായിരുന്നു ചോദ്യം. അത് CPM-നെതിരെ പ്രതിനിധിയെങ്കിൽ അല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കൂ, എന്നിട്ട് എന്നെ ഇന്ററപ്റ്റ് ചെയ്യൂ. ഞാൻ എന്റെ പോയിന്റ്സ് തീർന്നിട്ടില്ല. ഞാൻ കേട്ടത് വക്കീല് 10 മിനിറ്റ് സംസാരിച്ചു, സ്മൃതി അനങ്ങാണ്ടിരുന്നു. അനിൽകുമാർ 10 മിനിറ്റ് സംസാരിച്ചു. 10 മിനിറ്റ് സംസാരിച്ചതൊക്കെ ഇലക്ട്രൽ ബോണ്ടിലാണ്. ഞാൻ ക്ഷമയുടെ മറുപടി കേൾക്കാൻ തയ്യാറാണ് ക്ഷമ. പക്ഷേ ഇലക്ട്രൽ ബോണ്ടിലായിരിക്കണം പ്രതികരണം. മറ്റു വിഷയങ്ങൾ നമുക്ക് ഒരുപാട് പറയാനുണ്ടല്ലോ, നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നതാണല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്ന അവിടുന്ന് വേറെ അല്ല, ഞാൻ ഇലക്ട്രൽ ബോണ്ടിന്റെ ഞാൻ കാണിക്കുന്നില്ല. അവരും എങ്ങനെയാണ് അഴിമതിയിൽ മുങ്ങിയിരിക്കുന്നത് അതും പറയണല്ലോ. വീണ വിജയൻ ഇതുവരെ ED ചോദ്യം ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് എല്ലാ പോയിന്റും പറയണം. ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ടിൽ ഞങ്ങൾ ഭയങ്കര ക്ലിയർ ആണ്. ഞങ്ങൾ പല പ്രാവശ്യം പറയുന്ന ഒരു പോയിന്റ് ആണ്. ഞങ്ങൾക്ക് ഒന്നും ഇതിൽ ഒളിപ്പിക്കാനില്ല. നിങ്ങൾ പറഞ്ഞിരിക്കുക, ഇലക്ട്രൽ ബോണ്ടിൽ 2016 PIL ഫയൽ ചെയ്തതാണ് കോൺഗ്രസ് പാർട്ടി. ഞങ്ങൾ അന്ന് ഇതിന്റെ എതിരായിരുന്നു. ആരാന്ന് പറഞ്ഞത് ദിസ് ഈസ് എ ബിഗ് സ്കാം? ആരാന്ന് 2019 പറഞ്ഞത് ഇത് വലിയ സ്കാമാന്ന്? രാഹുൽ ഗാന്ധി, വേറെ ആരുമല്ല. ഇവിടെ ഇവരെ ചോദിക്കുക, രാഹുൽ ഗാന്ധി പറയാ പൈസ ഇവിടെ ഇട്, പൈസ എന്താ നിങ്ങൾ പറയുന്നത്? രാഹുൽ ഗാന്ധി ആയിരുന്നു ഏറ്റവും എതിര്. 2019 ഞാൻ കാണിച്ചൊരു പത്രസമ്മേളനം രാഹുൽ ഗാന്ധി ചെയ്ത് ഇത് ഏറ്റവും വലിയ കൊള്ളക്കടത്താണ് ഈ ഇലക്ട്രൽ ബോണ്ട്സ്. മെന്നാന്ന് രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു പത്രസമ്മേളനത്തിൽ, ഇറ്റ് ഈസ് എക്സ്റ്റോർഷൻ, ദിസ് ഇസ് എൻ എക്സ്റ്റോർഷൻ റാക്കറ്റ്. ഏത് CPM പറഞ്ഞിരിക്കുക? CPM ഇപ്പൊ BJP-യുടെ ഒക്കെ. എന്തുകൊണ്ട് പിണറായി വിജയൻ പത്രസമ്മേളനം ചെയ്തില്ല? പിണറായി വിജയൻ പത്രസമ്മേളനം ചെയ്തിട്ട് പറയായിരുന്നു. രാഹുൽ ഗാന്ധി ചെയ്തല്ലോ പത്രസമ്മേളനം, പറഞ്ഞു ഇറ്റ് ഈസ് എൻ എക്സ്റ്റോർഷൻ റാക്കറ്റ്. ഒച്ചത്തിൽ പറഞ്ഞില്ലേ? രാഹുൽ ഗാന്ധി 2019 പറഞ്ഞല്ലോ ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് ഇന്ത്യ. ആരൊക്കെ നിങ്ങൾക്ക് പണം നൽകി എന്നുള്ള കാര്യം വെളിപ്പെടുത്താനുള്ള സമയമാണോ ഇപ്പോൾ കോൺഗ്രസ് തേടുന്നത്? അതോ പറയില്ല എന്നാണോ, അറിയില്ല എന്നാണോ? അതിലൊരു വ്യക്തത വരുത്താമോ? SBI അല്ല, ഒരു മിനിറ്റ് സ്മൃതി, അല്ല സ്മൃതി, SBI-നോട് പറഞ്ഞിരിക്കുക കൃത്യമായിട്ട്, SBI-നോട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക, നിങ്ങൾ നാളെ ഈ ആൽഫ ന്യൂമെറിക്കൽ നമ്പർ ആയിട്ട് വരണം. ബിക്കോസ് എന്നാൽ നമുക്കറിയാം ആർക്ക് ഏത് കമ്പനിയെ ഏത് പാർട്ടിക്ക് പൈസ കൊടുത്തത്. ഞങ്ങൾ അതിനെ എതിർത്തിട്ടില്ല. രാഹുൽ ഗാന്ധി അല്ല പറഞ്ഞ ഇറ്റ്സ് എ ബിഗ് എക്സ്റ്റോർഷൻസ്. ശരി, അങ്ങനെ SBI പുറത്തുവിടുമ്പോൾ കോൺഗ്രസിന്റെ കണക്കും പുറത്തു വരുമല്ലോ എന്നുള്ളതാണ് ക്ഷമയുടെ വാദം. ഞങ്ങളൊരു ദേശീയ പാർട്ടി ആയതുകൊണ്ട്, ശരി, ഞങ്ങൾ ദേശീയ പാർട്ടി ആയതുകൊണ്ട് നമുക്ക് സമയം വേണം അത് ടാലി ചെയ്തിട്ട് കാണിക്കാൻ. ശരി, ആ സമയം തന്നെയാണ് SBI തേടുന്നത് എന്നുള്ളതാണ് അതിലെ വൈരുദ്ധ്യം. ആ സമയമാണ് SBI തേടുന്നത് എന്നതാണ് അതിലെ വൈരുദ്ധ്യം. അല്ല, SBIക്ക് തേടേണ്ട ആവശ്യമില്ല. SBI നമുക്ക് പറഞ്ഞു തരണല്ലോ. SBI-ന്റെ അടുത്തല്ലേ അല്ലേ ഇൻഫർമേഷൻ ഉള്ളത്? SBI ചിലപ്പോൾ തമിഴ്നാട്ടിലെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും അവർക്ക്. ഞങ്ങൾക്ക് വേണമെങ്കിൽ കുറെ സംസ്ഥാനത്തിന്റെ ഇൻഫർമേഷൻ തരണം. ശരി, ശ്രീ ഷാജി രാഘവൻ, സമയക്കുറവുകൊണ്ടാണ്. ശ്രീ ഷാജി രാഘവൻ, രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ നടന്നിരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഉയർന്നത്. ഇപ്പോൾ 2018 മാത്രം കണക്ക് കണ്ടല്ലോ. അതിൽ 222 കോടിയിൽ 210 കോടിയും BJP-ക്ക് മാത്രമാണ് ലഭിച്ചത്. കോൺഗ്രസിനൊക്കെ വെറും തുലോം 5 കോടിയാണ്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കൂടി 7 കോടിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഭരിക്കുന്നവർക്ക് എത്രത്തോളം തുക നൽകുന്നു, പകരം അവർക്ക് എന്ത് കിട്ടുന്നു എന്നുള്ള വിഷയം കൂടിയുണ്ടല്ലോ. കള്ളപ്പണം തടയാനാകാത്തൊരു സാഹചര്യം ഉണ്ടാകും എന്നാണ് സുപ്രീം കോടതി ഉത്തരവിനോട് അമിത്ഷാ പ്രതികരിച്ചത്.
ഇപ്പോഴും സുപ്രീം കോടതി എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് മനസ്സിലാകാഞ്ഞിട്ടല്ല, കാര്യങ്ങൾ വെളിച്ചത്ത് വരുമ്പോൾ നിങ്ങൾ എന്താണ് ഭയക്കുന്നത് ശ്രീ ഷാജി രാഘവൻ? എന്ത് ഭയപ്പാടാ സ്മൃതിയുള്ളത്? ഒരു ഭയപ്പാടും ഇല്ലെന്നേ. ഞങ്ങൾ ഇപ്പം 2-3 ചോദ്യത്തിന് എനിക്കിത്തിരി സമയം തരണേ സ്മൃതി, ഇടപെടല്ലേ. 2-3 വിഷയമുണ്ട്. ഒന്ന്, BJPക്ക് കൂടുതൽ പണം കിട്ടി, കോൺഗ്രസ്സിന് കുറവാണ്, അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾക്ക് കുറവാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ രാജ്യത്ത് 400 സീറ്റ് നേടാൻ പോകുന്ന BJPക്ക് നാട്ടുകാർ കൊടുക്കുന്ന പണം 40 സീറ്റിന് വേണ്ടി മത്സരിക്കുന്ന കോൺഗ്രസ്സിന് കിട്ടുമോ? CPMന് കിട്ടുമോ 4 സീറ്റിന് വേണ്ടി പോകുന്നത്? CPMന് പണം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അത് കിട്ടാത്തതിൻ്റെ കാരണം അനിൽകുമാർ തന്നെ പറഞ്ഞു, ശരിയാണിത്. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അവർക്ക് ആ ബോണ്ട് വഴി പണം കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ അവർ പണം മേടിച്ചില്ലേ? അവർ DMK ഈ പറയുന്ന ബോണ്ട് വഴി മേടിച്ച കോടികളിൽ നിന്ന് 20 കോടി മേടിച്ചതാണ്. അത് അന്ന് വളരെ കൃത്യമായി പുറത്ത് പബ്ലിക് ഡൊമൈനിൽ വാർത്തയായ കാര്യമാണിത്. അപ്പോൾ അവരും ഇതിൻ്റെ പണം കൈപ്പറ്റിയിട്ടുള്ളവരാ. നമ്മളിതിനെ ഇപ്പോൾ സ്മൃതി തന്നെ പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞുകൊണ്ടു രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി. എങ്ങനെയാണ് സ്മൃതി അങ്ങനെ അതിനെ വിശദീകരിക്കുന്നത്? ഈ ചാനലിൽ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന അഭിഭാഷകനും ഇതിൻ്റെ ക്ലാരിറ്റിയെ പറ്റിയിട്ടൊക്കെ ചോദിച്ചു. ഞാൻ ചോദിക്കുന്നത് 2019 മുമ്പ് ഈ രാജ്യത്ത് നടന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് പാർട്ടി സമാഹരിച്ച പണമൊക്കെ സുതാര്യമാണ് എന്ന അഭിപ്രായം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഭിഭാഷകനും സ്മൃതിക്കുണ്ടോ? നമുക്കറിയത്തില്ല. കൈതോലപ്പായയിൽ പണം കെട്ടി അഴിമതിയാണ് UPS സർക്കാരിന് എന്നുള്ളതാണ് ഇപ്പോൾ പോലും. തീർച്ചയായിട്ടും പറയട്ടെ ശ്രീ ഷാജി രാഘവൻ, അവിടെയാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി എന്ന ആരോപണം ഉയരുന്നത്, കോടികളുടെ കണക്ക് വരുന്നത്. താങ്കൾ ഈ പറഞ്ഞ പോലെ 400 സീറ്റ് കിട്ടാൻ പോകുന്ന പാർട്ടിക്ക് തന്നിരിക്കുമെന്ന്. അപ്പോൾ എന്താണ് ഉദ്ദേശം? ആ തരുന്നവർക്ക് എന്താണ് തിരിച്ചു കൊടുക്കുന്നത്? അതൊരു ചോദ്യമല്ലേ? അപ്പോൾ ആരൊക്കെ തന്നു, എന്തിനൊക്കെ തന്നു, ഏതൊക്കെ സമയത്ത് തന്നു എന്ന് നിങ്ങൾ ജനങ്ങളോട് അല്ല അങ്ങനൊന്നും വ്യാഖ്യാനിക്കേണ്ട സ്മൃതി. കൃത്യമായിട്ട് ഞാൻ മറുപടി പറയാം. അങ്ങനൊന്നും വ്യാഖ്യാനിക്കേണ്ട. അവർ ഈ രാജ്യത്തെ പൗരന്മാരാണ്. ഈ രാജ്യത്ത് അവർക്ക് അർഹമായിട്ടുള്ള നിയമവഴിയായിട്ട് ഈ ഗവൺമെൻറ് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കും. പെൻഷൻ കിട്ടാത്ത മറിയക്കുട്ടിക്ക് കൊടുക്കുന്നതും ഇവർക്ക് കൊടുക്കുന്നതും നമ്മുടെ കേരളത്തിലെ സാധാരണക്കാർ എത്രയോ കോടിക്കണക്കിന് ഭാഗമായി ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്ക് കിട്ടും. ഞാനൊന്ന് ചോദിച്ചോട്ടെ സ്മൃതി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, 2000 നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കുറഞ്ഞത് സ്മൃതി എൻ്റെ ഒരൊറ്റ ചോദ്യത്തിന് സ്മൃതി മറുപടി പറഞ്ഞാലും മതി. ഏറ്റവും കുറഞ്ഞത് ഈ ചർച്ചയിൽ ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും മിനിമം ഒരു തുകയെങ്കിലും പറയാനുണ്ട്. ഓരോ പാർട്ടിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയതില്ലേ? 2019 മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തുക പറയാൻ സാധിക്കുമായിരുന്നോ? ഈ രാജ്യത്ത് ഈ പറയുന്ന ബോണ്ട് വന്നതിന് ശേഷം, ഇലക്ട്രൽ ബോണ്ട് വന്നതിന് ശേഷമല്ലേ കോൺഗ്രസിന് എത്ര കിട്ടി, CPMന് എത്ര കിട്ടി, BJPക്ക് എത്ര കിട്ടി, മറ്റു പാർട്ടികൾക്ക് എത്ര കിട്ടി എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം വന്ന ഒരു ബോണ്ട്. അതിലെ ഒരു പോരായ്മ ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞു. ആ പോരായ്മ പരിഹരിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. നിങ്ങളൊന്ന് പറയൂ, ഏതൊക്കെ കമ്പനികൾ തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം അവിടെ കഴിയില്ലേ? ഈ കോടികളുടെ കണക്ക് നിങ്ങളുടെ ഗുണം കൊണ്ടല്ലോ ഇപ്പോൾ പുറത്തേക്ക് വന്നത്. അല്ല, അത് ഞങ്ങൾ പറഞ്ഞല്ലോ, ആവശ്യപ്പെട്ടിട്ടാണല്ലോ. അല്ലല്ല, അത് സ്മൃതിയുടെ അത് സ്മൃതിയുടെ ചാനലിൽ വന്നു. കോടതി ആരോട് ആവശ്യപ്പെട്ടത്? കോടതി പറഞ്ഞതനുസരിച്ച് തെറ്റിദ്ധരിപ്പിക്കല്ലേ സ്മൃതി, തെറ്റിദ്ധരിപ്പിക്കരുത്. കോടതി പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞതും ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളോടും പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കാനാണ്. ഞങ്ങളത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ SBIയുടെ റിപ്പോർട്ട് ചോദിച്ചു, അവരും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഈ പന്ത് ഇപ്പോൾ SBIയുടെ ബാങ്കിൻ്റെ കോർട്ടിലാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്നലെ നാളെ അത് കൊടുക്കും. ഞങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. സ്മൃതി ചാനലിൽ വന്നിരുന്ന് BJPയുടെ കഴിഞ്ഞ കാലത്ത് ആരുടെയൊക്കെ മേടിച്ചു എന്ന് പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ, ഞാൻ ചോദിച്ചോട്ടെ, ഭരണഘടനാ സ്ഥാപനമല്ലേ ഇലക്ഷൻ കമ്മീഷൻ? ആ ഇലക്ഷൻ കമ്മീഷന് BJP വളരെ കൃത്യമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കണക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്ത് എന്ത് സുതാര്യത? ഒരു പോയിന്റ് പറയാനുണ്ട്, ഒരു പോയിന്റ് ഉണ്ട് സ്മൃതി. ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു നാളും ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടില്ല 2014 മുമ്പേ ഉള്ള പൈസ കിട്ടുന്ന മെത്തേഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്. ഇവിടെ സുപ്രീം കോർട്ടാ പറഞ്ഞത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. മുമ്പേ നിങ്ങളെ ബാലൻസ് ഷീറ്റിലുണ്ട്, എല്ലാ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിലുണ്ട് എവിടെയാ ഈ കമ്പനി എത്ര പൈസ കൊടുത്തു. നിങ്ങൾക്ക് 7% 3 കൊല്ലത്തിന്റെ പ്രോഫിറ്റാ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനി 21 കോടി പ്രോഫിറ്റ് ഉള്ള കമ്പനി കൊടുക്കുന്നത് 400 കോടി. അതിന്റെ അർത്ഥം എന്താ? ദാറ്റ് ഈസ് കോൾഡ് മണി ലോണ്ടറിംഗ്. ഷെൽ കമ്പനീസ് ആണ് പൈസ വരുന്നത്. മുമ്പേ നിങ്ങൾക്ക് 7% 3 കൊല്ലത്തിന്റെ പ്രോഫിറ്റാ കൊടുക്കാൻ പറ്റുള്ളൂ.
പറഞ്ഞിട്ടുള്ളൂ. ശരി. അത് നിങ്ങളെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എന്തുകൊണ്ട് സുപ്രീം കോടതി 2014 മുമ്പേ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞിട്ടില്ല? അത് ചോദിക്കണം അദ്ദേഹത്തിനോട്. ശരി, That is the point here. ശരി അനിൽകുമാർ, എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം? വ്യാഴാഴ്ച ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും SBI കോടതിക്ക് മുമ്പാകെ വെക്കേണ്ടി വരില്ലേ? ഞാൻ പറയുന്നത് മുറിക്കരുത്, കാരണം എനിക്ക് ആദ്യം ഒരു അവസരം കിട്ടിയുള്ളൂ, സമയം തന്നില്ല. അല്ലെ പിന്നെ നാളെ അങ്ങനെ പറഞ്ഞോളാം. പറയരുത്, ദീർഘമായ സമയമായിരുന്നു, പറഞ്ഞോളൂ. അല്ലല്ല, സമയം തന്നിരുന്നില്ല, പിന്നെ നാളെ പറഞ്ഞോളാം. ഇല്ലില്ല, അങ്ങനെ കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ അനുവദിക്കണം. ഒന്ന്, RSSകാർ പറഞ്ഞു നാളെ പറഞ്ഞാൽ മതി. ഇന്ന് ഇത് പ്രധാന ഞങ്ങൾ ഒരു നടത്തിയ ആവശ്യം പറയട്ടെ. പോയിട്ട് നാളെ പറഞ്ഞാൽ ക്ഷമ പറയട്ടെ, ഇടപെടല്ലേ. RSSകാർ പറഞ്ഞു ഇത് ഞങ്ങൾ നടത്തിയ പരീക്ഷണമാണ്. ആ പരീക്ഷണം ഇനി വേറെ തരത്തിൽ ഞങ്ങൾ പരീക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ആരാ ഇന്ത്യ ഭരിക്കുന്നത്? ആ RSSകാർ പൊളിച്ചൊരു പള്ളി, ആ പള്ളി അമ്പലമാക്കി അവിടെ നിർമ്മിക്കപ്പെട്ടപ്പോൾ അതിന് ലോകസഭയിൽ നരേന്ദ്രമോദിക്ക് നന്ദി പറയുന്ന പ്രമേയത്തിൽ പിന്തുണ കൊടുത്തിട്ട് വന്ന കോൺഗ്രസ്സുകാരാണ്. ഞാൻ പറയട്ടെ, ആ കോൺഗ്രസ് ആണ്. ഞാൻ പറയട്ടെ സാർ, പറയട്ടെ സാർ, ഞാൻ പറയട്ടെ, ആ കോൺഗ്രസ് ആണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. അല്ല, ഇലക്ട്രൽ ബോൺസിനെ പറ്റിയിട്ടല്ല രാഷ്ട്രീയ പാർട്ടികളാണ്, ജനങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് കോടതി ഓർമ്മിപ്പിക്കുമ്പോഴാണ് മറ്റ് വിഷയങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കടക്കുന്നത്. ഖേദകരമാണ്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, നമുക്ക് എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം? വ്യാഴാഴ്ച കാര്യങ്ങളിൽ കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടി വരില്ല. മറ്റു കാര്യങ്ങൾക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ചെയ്യുന്ന തെറ്റാ. ശരി, എന്നാൽ അനിൽകുമാർ പറയൂ. തെറ്റാ ചെയ്യുന്നത്. വേഗം പറയൂ. നിങ്ങളുടെ ഇഷ്ടം ക്ഷമ ഒന്നും മിണ്ടാണ്ടിരിക്കൂ. പറയട്ടെ ഒന്ന് അനിൽകുമാർ. പ്രതിപക്ഷ ബഹുമാനം എന്നൊന്നുണ്ടല്ലോ, പറയൂ വേഗം. രണ്ട്, ഈ പദ്ധതി വന്നപ്പോൾ RBI എന്താ പറഞ്ഞെന്നറിയാവോ? കടപ്പത്രം പുറപ്പെടുവിക്കാൻ ഇന്ത്യ രാജ്യത്ത് നിയമപ്രകാരം അധികാരം RBIക്കാണ്. RBIയുടെ അധികാരം SBIക്ക് കൈമാറുന്ന നരേന്ദ്രമോദിയുടെ നടപടി തെറ്റാണെന്ന് RBI എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിലെ RBI അട്ടിമറിച്ചാണ് SBI ദയിപ്പിച്ചത്. എന്തിനാ SBI ഏൽപ്പിച്ചത്? നിർമ്മലാ സീതാരാമനും നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും കൂടെ ഈ കൂട്ടുകച്ചവടം നടത്താൻ. ആ കൂട്ടുകച്ചവടത്തിന് മുഴുവൻ കൂട്ടുനിന്ന് കിട്ടുന്നതെല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് അവർ പെട്ടിയും തുറന്നു വെച്ച് ചാക്കും തുറന്നു വെച്ച് വാങ്ങിച്ച് എണ്ണിക്കൂട്ടിയ കോൺഗ്രസ്സാണ് വർത്താനം പറയണത്. ഏത് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് CPM പറയണം. ഒന്ന് ക്ഷമിക്കുക അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. വ്യാഴാഴ്ച കാര്യങ്ങൾ പ്രതീക്ഷിക്കാമോ അഡ്വക്കേറ്റ് പ്രശാന്ത്? CPM-നെ ആക്രമിച്ചിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. CPM-നെ ആക്രമിക്കുക, മറുപടി പറയാൻ സമ്മതിക്കില്ല. പറഞ്ഞല്ലോ CPM-നെ ആക്രമിക്കുക, മറുപടി പറയാൻ സമ്മതിക്കില്ല. താങ്കൾക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം അറിയാം. ഈ വിഷയത്തിന്റെ ഗൗരവം അറിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്, അങ്ങനെ നിലപാടെടുത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ മറ്റു വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അത് തടയുകയാണ് വേണ്ടത്. ശരി, ഒന്ന് സഹകരിക്കും. എത്ര സമയം? എന്താ ഈ പറയുന്നത്? എത്ര സമയം? ഇല്ല, നമുക്ക് സമയം ഇല്ല. വേറെ സമയം കൊടുത്തിട്ടില്ല. ഏറ്റവും കുറച്ച് സമയം കിട്ടിയ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഒന്ന് പറഞ്ഞ പറഞ്ഞു CPM-നെ അപമാനിക്കാൻ. അതിൽ അപമാനമൊന്നുമില്ലല്ലോ. BJP-യുടെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറഞ്ഞുകൊള്ളട്ടെ. 2017-18 മുമ്പ് ലാവ്ലിൻ കേസ് എന്ന് പറയുന്നത് കൊള്ളാവുന്ന വക്കീലിനെ വെച്ച് ഞങ്ങൾ അതിന്റെ പൊള്ളത്തരം തുറന്നു കാട്ടിയെന്ന് ബഹുമാനപ്പെട്ട വക്കീലിന് എന്താ ബുദ്ധിമുട്ട്? ഞങ്ങളൊരു നല്ല വക്കീലിനെ വെച്ച് കള്ളക്കേസ് പൊളിച്ചു കൊടുത്തത് നിങ്ങൾക്ക് തന്നെ വിഷമം? നിങ്ങൾക്കാർക്കാ വിഷമം? അതിന് കോൺഗ്രസ്സുകാരെന്താ പറയുന്നത്? ഖലീൽ സാൽവയുടെ പൈസ CPM കൈകാര്യം ചെയ്യും. നിങ്ങൾ കള്ളക്കേസ് എടുത്ത പിന്നെ ഞങ്ങൾ നിങ്ങളുടെ കള്ളക്കേസിന് തല കുത്തിക്കണം. എന്നെ വിളിച്ചുണ്ടായിരിക്കാനാണ്. ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് എന്ത് പറയാം,
താങ്കൾ ഇത് അല്ലല്ലോ മറുപടി എന്റെ പറഞ്ഞു സ്മൃതി എനിക്ക് കഴിഞ്ഞല്ലോ. മനസ്സിലാവാത്തത്. താങ്കൾ ഞങ്ങളുടെ മറുപടി പാർട്ടിയെ പറഞ്ഞു കുറിച്ച് കഴിഞ്ഞല്ലോ. എന്ത് പറയാം? അഡ്വക്കേറ്റ് പ്രശാന്ത് എന്ത് പത്മനാഭൻ മറുപടി? പറഞ്ഞോളൂ. എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങളെ കുറിച്ച് പറഞ്ഞത്? ബി ജെ പി എന്തെല്ലാം കാര്യങ്ങളാ പറഞ്ഞ ഒരു പറഞ്ഞത്? മറുപടി എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങളെ കുറിച്ച് പറഞ്ഞത്? ജനപ്രാതിനിധ്യ നിയമത്തിൽ ഒരു മാറ്റം വരുത്തി തെറ്റായ കാര്യങ്ങള്. പൊളിറ്റിക്കൽ പാർട്ടികള് അവരുടെ കിട്ടിയ സംഭാവനകൾ വെളിപ്പെടുത്തണമെന്നുള്ള ഒരു വകുപ്പ് എടുത്തു കളഞ്ഞു ഇലക്ട്രൽ ബോണ്ട് സ്കീം വന്നപ്പോൾ. അത് എന്ത് രീതിയിലുള്ള സുതാര്യത ഉറപ്പുവരുത്താനായിരുന്നു? നേരത്തെ ഉണ്ടായിരുന്ന എന്ത് അഴിമതി ഒഴിവാക്കാനായിട്ടാണ് ജനപ്രാതിനിധ്യ നിയമത്തിൽ ഒരു അമെൻമെന്റ് വരുത്തിയിട്ട് ആ ഒരു കാര്യത്തിൽ പൊളിറ്റിക്കൽ പാർട്ടികളെ എക്സംപ്റ്റ് ചെയ്ത് കൊടുത്തത്? ആ ഒരൊറ്റ കാര്യം മാത്രം വിശദീകരിച്ചു കഴിഞ്ഞാൽ ഇത് മറച്ചു വെക്കാനായിരുന്നു. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള കറപ്ഷൻ ആയിരുന്നു. കറപ്ഷൻ എന്ന് പറയാൻ നിയമത്തിന്റെ ബലത്തോടു കൂടി ഒരു ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടൊരു സ്കീം കൊണ്ടുവന്നിട്ട് അത് കറപ്ഷനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അതിൽ ആ ആരോപണം വളരെ ശരിയാണ്. വളരെ വലിയൊരു അഴിമതിയായിരുന്നു. അതിനൊരു നിയമത്തിന്റെ പിന്തുണ കൊടുക്കാനാണ് ശ്രമിച്ചത്. ആ നിയമം തന്നെ അസാധുവാണെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്. തീർച്ചയായിട്ടും ഇവർക്ക് SBIക്ക് ഇത് മുഴുവൻ ഡിസ്ക്ലോസ് ചെയ്യേണ്ടി വരും. ശരി, ആരുടെയൊക്കെ മുഖംമൂടിയാണ് വലിച്ചെറിയപ്പെടുക എന്നുള്ളതാണ് വ്യാഴാഴ്ച അറിയാനിരിക്കുന്നത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.